ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5, അതായത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. അതിലൊരു പി ക്യു എന്ന് പറയുന്ന ടാൻജൻറ്റ് പി എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതായത് പി എന്ന് പറയുന്ന ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ട്. എന്താണ് ക്യൂ, പി ക്യു എന്നല്ല പറഞ്ഞത്, അല്ല പി ക്യു എന്ന് പറയുന്ന ടാൻജൻറ്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 5 ആണ്. അപ്പോൾ 5 ആണ്, നമുക്ക് പതിയെ പതിയെ ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ ആണ്. ഈ ടാൻജൻറ്റ് എന്താ പറയുന്നത്, മീറ്റ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ അറ്റ് എ പോയിന്റ് ക്യൂ, അതായത് സെൻറ്ററിൽ മീറ്റ് ചെയ്യുന്നു. എന്ത്, ഈ ലൈൻ സെൻറ്ററിൽ, ഒരു ലൈൻ സെൻറ്ററിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഓ, ഇവിടെ ഓ ആണ്, ഈ സെൻറ്ററിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒ ക്യു എത്രയാണ്, 12 സെൻറ്റിമീറ്റർ. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എത്രയാണ്, 12 സെൻറ്റിമീറ്റർ ആണ്. ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ലെങ്ത് ഓഫ് പി ക്യു, ഈ ടാൻജൻറ്റ് പി ക്യു എന്ന് പറയുന്ന ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്താണെന്നാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ വഴി, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച, ഇതുവരെ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച നോളജ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്തറിയാം, ഒരു കാര്യം അറിയാം, ടാൻജൻറ്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം അല്ലേ. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ് ഹൈപ്പോട്ടനസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 12 സെൻറ്റിമീറ്റർ കിട്ടി. അതിൻ്റെ പെർപെൻഡിക്കുലർ 5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഈ സൈഡ് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്കറിയാം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സിമ്പിൾ അല്ലേ. എന്താണ്, 12ൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഈ 5ൻ്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിൻ്റെ സ്ക്വയർ അല്ലേ, 5 സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ. ഓക്കെ, ഞാൻ പി ക്യു സ്ക്വയറിനെ അവിടെ നിർത്തുകയാണ്. പി ക്യു സ്ക്വയർ ഈക്വൽ ടു ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, 12 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 12 സ്ക്വയർ എത്ര, 144. 5 സ്ക്വയർ എത്ര, 25. ഓക്കെ, 144 മൈനസ് 25 എത്രയാണ്, 119. അത് പി ക്യു സ്ക്വയർ ആണ്. അപ്പോൾ പി ക്യു എന്താണ്, ഈ സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, റൂട്ടാവും, റൂട്ട് ഓഫ് 119. ഇപ്പോൾ എന്താണ്, റൂട്ട് ഓഫ് 119 സെൻറ്റിമീറ്റർ. ഓക്കെ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സോ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ ഈ സാധനം. ഇനി നമ്മൾ ഈ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 1 ഷോർട്ട് സീരീസ് ചെയ്തിട്ടുണ്ട് 11 മിനിറ്റിൻ്റെ. അത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യുന്ന വീഡിയോ ആണ്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, അത് ചെക്ക് ചെയ്യാം.